ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ക്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിത് തയ്യാറാക്കുന്നത് തിനേരി കഞ്ഞിയാണ്. തെനേരിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ കോപ്പർ ധാരാളം അടങ്ങിയ ചെറുധാന്യമാണ് തെന. അരിയേക്കാൾ 100 മടങ്ങ് മാംസ്യവും 500 മടങ്ങ് ധാതുക്കളും 400 മടങ്ങ് ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ ബി, വിറ്റമിൻ B1, വിറ്റമിൻ B2 എന്നിവയും ഇതിലടങ്ങിയിരിക്കുന്നു. കാൽസ്യം ധാരാളമുള്ളതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയെ സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കുട്ടികൾക്കും ഗർഭിണികൾക്കും തെന ഒരു പോഷകാഹാരമായി ഉപയോഗിക്കാം. അങ്ങനെ ഔഷധങ്ങളുടെ ഒരു കലവറയായ തെനേരി കൊണ്ടാണ് നമ്മളിന്ന് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇത് തയ്യാറാക്കാനായി 1/2 കപ്പ് തെനേരി, 2 ടേബിൾ സ്പൂൺ ചെറുപയർ, 1/4 കപ്പ് ചെറുപയർ, 2 ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ ഉലുവയും ചെറുപയറും തനിയരിയും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. രാത്രിയാണ് ഇത് ചെയ്തു വെക്കുന്നത്, രാവിലെ ഉണ്ടാക്കാൻ. കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ കുക്കറിലേക്ക് കുതിർത്ത് വെച്ച തനിയരി കുതിർത്ത് വെച്ച വെള്ളത്തോടെ ചേർത്ത് കൊടുത്ത് ചെറുപയറിലെ വെള്ളമെല്ലാം കളഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഉലുവ കുതിർത്ത് വെച്ച വെള്ളത്തോടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം തനേരി എടുത്ത അതേ കപ്പ് തന്നെ ഒഴിച്ച് അടച്ച് വെച്ച് 1 വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് 4-5 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്ത് കിട്ടും. തണുത്ത ശേഷം തുറന്ന് നോക്കാം. നല്ലപോലെ വെന്ത് പാകത്തിന്, വെള്ളമെല്ലാം പാകത്തിനാണ് ഉള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിന് പകരം തേങ്ങ അരച്ചിട്ട് ചേർക്കുക, തേങ്ങ ചിരകിയിട്ട് ചേർക്കുക. അതല്ലെങ്കിൽ പശുവും പാലും ചേർത്താൽ മതി. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തള വരുന്ന സമയത്ത് നമുക്കിതൊരു കുറച്ച് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഷുഗറും മധുരം വേണ്ടാത്തവർക്കെല്ലാം ഇതുപോലെ കുറച്ച് മാറ്റി വെക്കാം. ഇതിൽ നിന്ന് കുട്ടികൾക്കൊക്കെ കുറച്ച് മധുരമെല്ലാം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്, അവർക്കതായിരിക്കും ഇഷ്ടം. ഇതുപോലെ മാറ്റി വെച്ചാൽ മധുരം വേണ്ടാത്തവർക്കെല്ലാം കഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പൊടി കല്ലില്ലാത്ത ശർക്കരപ്പൊടി ആയതുകൊണ്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുള്ളതാണെങ്കിൽ പാനിയാക്കി അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് തിള വരുന്ന സമയത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കുന്നുണ്ട്. ഒരു കടായിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൽ 1 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത്